മാന്യനായ പാതുഷയ്ക്ക് സ്വാഗതം. താങ്ക് യു. വരണം വരണം, ഞങ്ങള് കാത്തിരിക്കായിരുന്നു. ആ, ഫ്ലൈറ്റ് 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. എവിടെ അവറാച്ചൻ? ഞാനിവിടെ ഉണ്ടേ. എഴുന്നേറ്റ് വന്ന് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. വേണ്ട, എഴുന്നേക്കണ്ട. എന്താ അവൻ അത്രയ്ക്ക് ഉപദ്രവിച്ചോ? എന്റെ മനസ്സും ശരീരവും അവൻ തളർത്തിക്കളഞ്ഞു. എന്റെ അനിയനെയും കുടുംബത്തെയും കൊല്ലാൻ കൂട്ടുനിന്നവനാ രാമനാഥൻ. എന്നിട്ടിപ്പോ എന്നെ കൊലപാതകയാക്കാനുള്ള ശ്രമമാണ്. ഇനി അവനെ വെച്ചേക്കാൻ പാടില്ല. അതിനി എന്ത് വില കൊടുക്കാനും ഞങ്ങൾ തയ്യാറാ. അവനെ അത്ര നിസ്സാരക്കാരനായി കാണരുത്. ഇബ്രാഹിമിന് അവനെ ശരിക്കും അറിയാലോ. അറിയാം, ശരിക്കും അറിയാം. മാത്രമല്ല, ഇവരെ പോലെ ഇത്ര സ്വാധീനമുള്ള 2 മന്ത്രിമാരെ വരെ കടത്തിവെട്ടി കളിക്കാനുള്ള കഴിവും പിടിപാടും പണവും ഇന്ന് രാമനാഥനുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അവൻ ജയിക്കില്ല. ഇത്തവണ അവന്റെ അന്ത്യം കണ്ടേ ഇബ്രാഹിം തിരിച്ചു പോകും. മരിച്ചുപോയാൽ പോയെന്നേ ഉള്ളൂ. അതിലും വലിയ ശിക്ഷയായി. വേണ്ട, ഡെയ്സി മരിക്കണ്ട. അവളെ എനിക്ക് ഇങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. ഞാനവളെ പൊന്നു പോലെ നോക്കിക്കൊള്ളാം. അപ്പോൾ ഡെയ്സിക്ക് സംസാരിക്കാൻ കഴിയാത്തടത്തോളം കാലം നിനക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റില്ല. ഡെയ്സിയുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും അതിനുള്ള അവകാശമുള്ളൂ. അത്രോ സാർ, പുറത്തവരെ ആൾക്കാർ ആരുമില്ലാന്ന് ഉറപ്പുവരുത്തിന് ശേഷമേ അപ്പനെ കൊണ്ടുപോകാവൂ. സൂക്ഷിക്കണം നീ. പോ ഡോക്ടർ. എന്റെ കർത്താവേ, ഈ കൊച്ചിന് ബോധം വീണ് സംസാരിക്കുമ്പോ ഞാൻ മാത്രം ഇവിടെ കാണാവുള്ളേ. അതെന്താ? എന്താണെന്ന് കൊലപാതകി ആരാണെന്ന് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം ചെന്ന് പറയുന്നത് ഞാനായിരിക്കും. ഡബിൾ പ്രമോഷനാ കിട്ടുക. ഞാൻ പോയി നോക്കിട്ട് വരാം. ആരാ? റൂം ക്ലീൻ ചെയ്യണ സാറേ. ക്ലീനറാ. ക്ലീനിക്കോ. അപ്പേ, ഇവിടെ അന്തരീക്ഷമൊക്കെ ക്ലീനാ. പോര്, വാ. അപ്പു വിഷമിക്കാതെ പൊയ്ക്കോളൂ. ഡെയ്സിയുടെ കൂടെ ഞാനുണ്ടാവും. ഞാൻ പോയി നോക്കിട്ട് വരാം. അപ്പനെ കുട്ടി നേരെ വീട്ടിലേക്ക് പോയി. സാറിന് ഇപ്പോ മനസ്സിലായല്ലോ രാമനാഥന്റെ തനിനിറം. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കേസിലെ പ്രധാന പ്രതിയെ സംരക്ഷിക്കുക. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പോലും ഷെയ്മാണ് സാർ ഇത്. നീ എങ്ങനെ ഇവിടെ വന്നു?
ഞാൻ ഡെയ്സിയെ കാണാൻ വന്ന മോനെ, അവളുടെ കുടുംബത്തെ മുഴുവൻ കുത്തി മലർത്തിയിട്ട് നീ അവളെ കാണാൻ വന്നിരിക്കുന്നു. നീയാണല്ലോ ഇവന്റെ സഹായി. ഞാൻ ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരായിരുന്നു. നീ രാമനാഥന്റെ സംരക്ഷണത്തിലാണോ കഴിയുന്നത്? അല്ല. കള്ളം പറയുന്നോടാ റാസ്കൽ. ആറ്റുവ കുടുംബത്തെ കൊല ചെയ്യാൻ നിനക്ക് വേണ്ട ഒത്താശകൾ ചെയ്തതെന്ന് രാമനാഥനല്ലേ? ഞാൻ ആരും കൊന്നിട്ടില്ല. സിദ്ധാർത്ഥൻ, വേണ്ട, ഇത് ഹോസ്പിറ്റലാണ്. ഇവനെ കൊണ്ട് തത്ത പറയുന്നോണ്ട് ഞാൻ പറയിപ്പിക്കും. രാജൻ, അറസ്റ്റ് ചെയ്യും. രാജൻ, നിങ്ങൾ അവിടെ വരൂ. അച്ഛന്റെ കൂട്ടുകാർ വന്നു. അങ്കിൾ നിങ്ങൾ എന്തധികമായി കാണിക്കുന്നേ? ഓഹോ, നീയാണല്ലേ അവന്റെ വെപ്പാട്ടി. നിന്റെ മറ്റവൻ കോടിക്കണക്കിന് രൂപ പിടിച്ചു പറിക്കുന്ന ഒളിപ്പിച്ചു വെക്കുന്ന ഇവിടെയാണല്ലേടി? കുറെ കൂടി മാന്യമായിട്ട് സംസാരിക്കണേ സാർ. പാട്ടിക്കാഴ് പറടാ മോളെ, നീ ഞങ്ങളെ മാന്യത പഠിപ്പിക്കുന്നു. കട്ടും മോട്ടിച്ചും കൊണ്ടുവരുന്ന കാശൊളിപ്പിക്കാനുള്ള മറയ്ക്ക് പേര് ഓർഫനേജ്. വേറെ എന്തൊക്കെ അനാശാസ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇതിനകത്ത്? ഇതിന്റെയൊക്കെ നടത്തിപ്പുകാർ നീയാണല്ലേ? സിദ്ധാർത്ഥ, പിടിച്ചു കയറി നായിന്റെ മോളെ ജീപ്പിനകത്ത്. സാർ, എന്നെ രക്ഷിക്കാൻ പിന്നാലെ വരുമല്ലോ രാക്ഷസൻ. അവനെ ഞങ്ങൾ പൂട്ടും, ഇരട്ട പൂട്ടിട്ട് പൂട്ടും. വണ്ടി എടുക്കണം. നീ കൃത്യസമയത്തിന് എത്തിയല്ലോ. നിന്റെ അവസാനം അടുത്തടാ. ഇനി നീ രക്ഷപ്പെടില്ല. നീ കൈക്കൂലി മേടിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ രേഖകളും തെളിവുകളും ഇപ്പൊ എന്റെ പക്കലുണ്ട്. ഓർഫനേജ് ആണ് അത്ര ഓർഫനേജ്. നിന്റെ മുഴുവൻ നാറിത്തരങ്ങളും പുറകിലിരിക്കുന്ന നിന്റെ സംബന്ധക്കാരിയെ കൊണ്ട് തത്ത പറയുന്നവരെ പറയിപ്പിക്കൂടാ പുല്ലേ. ഇറക്കി വിടാളെ. അതേടോ, ഞാൻ കോടികൾ കോഴ വാങ്ങി ഉണ്ടാക്കിയതായി കാണുന്നതൊക്കെ അന്ധരും മൂകരും ബധിരരും ബുദ്ധിസ്ഥിരതയും ഇല്ലാത്ത അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി, നിങ്ങളൊക്കെ കണ്ടാൽ അറപ്പോടെ ആട്ടി ഓടിക്കുന്ന പാവങ്ങൾക്ക് അന്തി ഉറങ്ങാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ. തന്റെ കുഞ്ഞുങ്ങൾ AC റൂമിൽ ഉറങ്ങുമ്പോഴും സ്വർണ്ണ പിഞ്ഞാണത്തിനുണ്ടുമ്പോഴും എന്റെ കുഞ്ഞ് അന്തി ഉറങ്ങുന്നത് ഇതേ അനാഥാലയത്തിലാ. താനും തന്റെ ഏമാമാരും ചെയ്യുന്നത് പോലെ സംസ്ഥാനത്തിന്റെ ഖജനാവ് കൊള്ളയടിച്ച് പെമ്പർനോത്തിക്ക് അരഞ്ഞാണ് വേലവസം വാങ്ങാനല്ല രാമനാഥൻ പിടിച്ചു പറിച്ചത്. നന്മയ്ക്ക് വേണ്ടിയാ. നീ നിന്റെ മുഴുവൻ ക്രിമികീടങ്ങൾ ഒന്നിച്ചു വന്നാലും രാമനാഥന്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ലടോ. പിടിച്ചു കൊടുത്തളിക്കുന്നത് നോയിന്റെ മക്കളെ. ഈ കമ്മീഷണർ എന്തായി കാണിക്കുന്നു? ഒന്നില്ലെങ്കിൽ അങ്ങനെ DGP അല്ലേ? DGP അയാൾ ആരാണെന്ന് താമസിച്ചത് എല്ലാവർക്കും മനസ്സിലാവും. ചീഫ് മിനിസ്റ്ററിന്റെ സ്പെഷ്യൽ സാങ്ഷനുമായിട്ടാ രാമനാഥ് സാർ വന്നിരിക്കുന്നത്.
തോമസ് അലക്സാണ്ടർ, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. മാറി മാറി ഭരണത്തിലേറുന്ന സർക്കാരിന്റെ കൊടിയുടെ നിറമനുസരിച്ച് സ്വഭാവത്തിന്റെ നിറവും മാറ്റുന്ന സൂത്രശാലി. രാഷ്ട്രീയ മേലാളന്മാർക്ക് എന്ത് വിടുപണി ചെയ്തും ആരെയും കൂട്ടിക്കൊടുത്തും അവർ ഛർദ്ദിക്കുമ്പോൾ സ്വന്തം അണ്ണാക്ക് തന്നെ കോളാമ്പിയാക്കി കൊടുത്തും തന്റെ കാര്യം കാണാൻ മടിക്കാത്ത ക്രിമിനൽ ബ്യൂറോക്രാറ്റ്. അന്തിക്ക് കാണുന്നവനെ തന്തേന്ന് വിളിച്ച് ശീലിച്ച തന്റെ നാവ് പിഴുതെടുക്കണമെങ്കിൽ പറ, താനല്ലേ കൊച്ചുകുട്ടനെ കൊല്ലിച്ചത്? ഒരു വാടക കൊണ്ട് ആയുധവും കൊടുത്ത് ഹോസ്പിറ്റലിൽ അയച്ച് ഡെയ്സിയെ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളല്ല? അല്ല അല്ല അല്ല. അപ്പൊ ഇതൊന്നും ചെയ്യിച്ചത് ഗോമസ് അലക്സാണ്ടർ അല്ല. എന്താണ് നിന്റെ ഉദ്ദേശം? സി, ഐ ആം യുവർ സുപ്പീരിയർ. യെസ്, യു ആർ മൈ സുപ്പീരിയർ. ഗോപകുമാർ, മിസ്റ്റർ സുപ്പീരിയർ ഓഫീസർ, ഇവനെ അറിയോ? ഞാനെങ്ങനെ അറിയാനാ? നിനക്കറിയാവിടെ യമനെ? പറയണം അതിന്റെ മോനെ. അറിയാം. കൊച്ചുകുട്ടനെ ലോക്കപ്പിലിട്ട് കൊല്ലാൻ നിന്നെ അയച്ചതാരാ? ഗോമസാ. ഡെയ്സിയെ കൊല്ലാൻ നിന്നെ ഹോസ്പിറ്റലിൽ അയച്ചതാരാ? അതും ഗോമസാ. കേട്ടല്ലോ മിസ്റ്റർ അഡീഷണൽ DGP, ഇനി എന്ത് പറയുന്നു? നാട്ടിൽ നിയമവും സമാധാനവും പാലിക്കേണ്ട പോലീസ് മേധാവി തന്നെ ഇത്രയും ക്രൂരമായ പാതകം ചെയ്യുക? ഐ കാൻ ബിലീവ് ഇറ്റ്. എന്റെ കൺമുന്നിൽ വെച്ച് ഹോസ്പിറ്റലിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ അപ്പുവിനെ നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോയത്? എനിക്കറിയില്ല. ഞാൻ ഇൻസ്പെക്ടറെ ഏൽപ്പിച്ചു. അവരുടെ കയ്യിൽ നിന്ന് അവൻ ചാടിപ്പോയതാ. അപ്പോ ഡെയ്സിയെയും കൊല്ലപ്പെട്ട കൊച്ചുകുട്ടന്റെ മൊഴിയിലെ പ്രധാന പ്രതി അപ്പുവിനെയും കൂടെ വകവരുത്തിയാൽ പിന്നെ കേസ് ഒരിക്കലും പൊങ്ങി വരില്ല താൻ ഉറപ്പിച്ചു അല്ലേ? അപ്പുവിനോട് എന്താ ഇയാൾ പറഞ്ഞേ? കുറ്റം സമ്മതിച്ച 50 ലക്ഷം രൂപ തരാമെന്നും പിന്നീട് കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞു. സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നെ തല്ലിയത് പോലീസുകാരൊന്നുമല്ല, പോലീസുകാരുടെ വേഷോട്ട് ഇങ്ങേരുടെ ഗുണ്ടകളാ. DGP സാർ വന്നോണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. എന്നെ കഴിവടവനെ, ഇതിന് നിനക്ക് വല്ല ന്യായീകരണം പറയാനുണ്ടടാ? ആറ്റുവാനനെയും കുടുംബത്തെയും കൊന്നത് കൂടാതെ എത്ര കൊലയാടാ നീ നടത്തിയത്? സത്യം പറ, ഇല്ലെങ്കിൽ നിന്റെ ശവമേ ഇതിനകത്ത് പുറത്തിറങ്ങൂ. കൊല്ലരുത്, ഞാനെല്ലാം പറയാം. സത്യമായിട്ട് ഞാനല്ല ആന്റണിയും കുടുംബത്തെ കൊന്നത്. വീണ്ടും കള്ളം പറയാൻ തുടങ്ങണം അല്ലടാ? സത്യമായിട്ടല്ല, ഞാൻ പറയുന്ന മുഴുവൻ കേക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. എന്നാ പറഞ്ഞു തുലയ്ക്ക്. എനിക്ക് ഇച്ചിരി വെള്ളം വേണം. ഗോപകുമാറെ, സാർ, അപ്പുവിനെ കൊണ്ടുപോയിക്കോളൂ. യെസ് സാർ. $5 കോടി തരാമെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് വേണ്ടി ഞാൻ എല്ലാത്തിനും കൂട്ടുന്നു. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടിയാണ് സാർ? ആർക്ക് വേണ്ടിയാണ് സാർ? പറയ്.